എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. NANR സ്കൂൾ ഓഫ് വിസ്ഡം എന്ന് പറയുന്ന ചാനലിലാണ്. സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു എന്തുകൊണ്ട് നിയമം പാസ്സാക്കുന്നില്ല എന്ന്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ടോപ്പിക്ക് തുടങ്ങിയത്. 2 പാർട്ട് ചെയ്തിട്ടുണ്ട്, അത് 3ാമത്തെ പാർട്ടാണ്. അപ്പം നമ്മളിത് കൺക്ലൂഡ് ചെയ്യണമല്ലോ. ഞാനിപ്പോൾ 3ാമത്തെ പാർട്ടിൽ അത് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പലരും പലതും പറയും. അവസാനം എവിടെ എത്തത്തില്ല. സുമാർ അഴീക്കോടിൻ്റെ പ്രഭാഷണം പോലെയാണ്. നല്ല രസമാണ് കേൾക്കാൻ, പക്ഷെ ഒന്നും മനസ്സിലാവത്തില്ലെന്ന് പറയുന്ന കണക്ക് ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള കുറേ ഡയലോഗുകൾ പറയുന്നല്ലാതെ ഇവരെവിടെ നമ്മളെ എത്തിക്കത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, ഈ ചാനലിൽ ഞാൻ നിരന്തരം പറയുന്ന പേര് ജിദ്ദു കൃഷ്ണമൂർത്തി, രമണ മഹർഷി, ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റി, എക്കാട്ടോളെ, നീൽ വോൾഷ്, ഇങ്ങനെയുള്ള പേരാണ് പറയുന്നത്. ഇവരെന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം? ഞാൻ നിരവധി ഉദാഹരണങ്ങൾ എൻ്റെ ആദ്യത്തെ 2 സ്പീച്ചിലും പറഞ്ഞിട്ടുണ്ട്. മദ്യം ഇത് ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, ദൈവത്തോട് സംസാരിക്കുന്നത്, അതൊക്കെ അവിടെ നിന്നോട്ടെ. യഥാർത്ഥത്തിൽ അറിവ് എന്താണ്? ചട്ടമ്പി സ്വാമികളായിക്കോട്ടെ, ശ്രീനാരായണ ഗുരുവായിക്കോട്ടെ, യഥാർത്ഥ അറിവ് എന്താണ് ഇവർ പറയാൻ ശ്രമിച്ചത്? അപ്പം ഇവർ മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവർ മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ബയോഗ്രഫിയിൽ അത് എഴുതിയിട്ടുണ്ട്, റെക്കോർഡറാണ്. അപ്പം നമ്മൾ ഇവിടെ അറിയേണ്ടത്, യഥാർത്ഥ അറിവിൽ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറയേണ്ടി വരും. ആർക്കാ പറയാൻ പറ്റുന്നത്? അത് യഥാർത്ഥ അറിവിലേക്ക് കടന്നിട്ടുള്ള ആൾക്കാർ. യഥാർത്ഥ അറിവിൽ 2 ഇല്ല എന്ന് പറഞ്ഞാൽ മാറ്റർ തന്നെ ഇല്ല. അപ്പം ആ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് 18 പടിയും കടന്നു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് 2 ഇല്ല. അതാ ഫൈനൽ സ്റ്റേജാണ്. അതാണ് ഇവർ പറയുന്നത് ബോധോദയം കിട്ടിയ ആൾ. അല്ലെങ്കിൽ നമ്മൾ പലരെയും, ബുദ്ധന് ബോധോദയം കിട്ടി, ശങ്കരാചാര്യർക്ക് കിട്ടിയോ കിട്ടിയില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കിട്ടിയെന്ന് അവർ പറയുന്നത്. ശരി, കിട്ടിയെന്നങ്ങ് വിശ്വസിക്കാം. നമുക്ക് ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ, മഹാത്മാഗാന്ധിജി ഇന്ത്യയുടെ ഫാദർ ഓഫ് ദ നേഷനാണ്. മഹാത്മാഗാന്ധി പറഞ്ഞത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയോ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിജി എന്തെങ്കിലും നല്ലത് പറഞ്ഞോ, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന കണക്ക് യഥാർത്ഥ അറിവിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ആൾ പറയും ബാക്കിയെല്ലാം അന്ധവിശ്വാസമെന്ന് പറയും. ഇനി യഥാർത്ഥ അറിവിൽ കടന്നിട്ടില്ലാത്ത ആൾക്കാർ, അവർ യന്ത്രവും തന്ത്രവും മന്ത്രവും ഒക്കെ ചെയ്ത് നോക്കും. എന്തിനാ അറിയാം? ശുദ്ധബോധത്തിലേക്ക് കടക്കാൻ. നമ്മൾ ഈ പരീക്ഷയൊക്കെ പാസ്സാകാനായിട്ട് അധ്യാപകൻ പറയുന്നത് കേൾക്കും, അധ്യാപകൻ്റെ നോട്ട് എഴുതിയെടുക്കും, ടെക്സ്റ്റ് ബുക്ക് വായിക്കും. ചിലരിതൊന്നും ചെയ്യത്തില്ല. ചിലർ കടയിൽ ചെന്നൊരു ഗൈഡ് വാങ്ങിച്ച്, അസിസി ഗൈഡ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കിട്ടുന്ന ഗൈഡുണ്ട്, ഇത് വാങ്ങിച്ച് അവർ LLBക്ക് പഠിക്കുന്നവരാണെങ്കിൽ അലഹാബാദ് സീരീസിൻ്റെ ഒരു 33 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 33 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ഷോർട്ട് കട്ടുകളാണ്. അധ്യാപകൻ പറയും ടെക്സ്റ്റ് ബുക്കേ വാങ്ങിക്കാവൂ, പക്ഷെ നമ്മൾ ഗൈഡ് വാങ്ങിച്ച് പഠിക്കും, അല്ലെങ്കിൽ നോട്ട് വാങ്ങിച്ച് പഠിക്കും. പരീക്ഷയ്ക്ക് ജയിക്കത്തില്ലേ? ജയിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ തീരുമാനിക്കണം ഇതിലേതാണ് വിശ്വാസം, ഏതാണ് അന്ധവിശ്വാസം. അപ്പം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും യഥാർത്ഥ അറിവിലേക്കാണോ നീങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു വിവരവും ബോധവും ഇല്ലാത്ത കുറേ പുസ്തകങ്ങളിലൂടെ കുറേ ആൾക്കാർ പറയുന്ന വിവരക്കേടാണോ നമ്മൾ പാലിക്കുന്നത്? അതാണ് പാലിക്കുന്നതെങ്കിൽ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ മേഖലയിലാണ്. അപ്പം വിശ്വാസവും അന്ധവിശ്വാസവും എന്താണെന്ന് പറയാനോ അതൊഴിച്ച് ബാക്കിയെല്ലാം ഇവർ പറയും. ഇവർ നിയമനിർമ്മാണം, ഇതാണ് പൊതുജനങ്ങളുടെ ചർച്ച, ഇതൊക്കെ പറയാമെന്ന് നമ്മുടെ വിഷയമേ അല്ല. അപ്പം ഇപ്പം തന്നെ ഞാൻ ശുദ്ധബോധത്തിൽ നിൽക്കുന്ന ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത്,
ഇപ്പുറത്തെ വശം അജ്ഞാനത്തിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ അൺറിയലിൽ നിൽക്കുന്നവർ, അറിവിലേക്ക് 18 പടി കടന്ന് ചെല്ലാൻ ശ്രമിക്കുന്നവർ, അത് ഈ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ ചട്ടമ്പി സ്വാമി, ശങ്കരാചാര്യർ ഉൾപ്പെടെ പലരും ശ്രീചക്ര ഉപയോഗിച്ചിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ ശ്രീചക്രയെക്കുറിച്ച് പറയുന്നുണ്ട്. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കാണാൻ വന്ന് ചിന്മുദ്ര പഠിച്ചു. ഇതൊക്കെ ബയോഗ്രഫിയിലുള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം റെക്കോർഡഡാണ്. ഇത് അന്ധവിശ്വാസമാണോ അല്ലയോ എന്നുള്ള ചോദ്യം വരും. ഇനി പ്രധാന ചോദ്യം അതൊന്നുമല്ല. ഇതൊക്കെ ദൈവവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത്. ദൈവം പുറത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അന്ധവിശ്വാസമല്ലേ? പുറത്തില്ല ദൈവം, രണ്ടില്ല, മാറ്റർ ഇല്ല എന്ന് പറയുന്നവർക്ക് അത് അന്ധവിശ്വാസമാണ്. അപ്പം ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ തിരിച്ചെടുക്കണം. നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്, ആ അവസ്ഥയനുസരിച്ചിട്ടാണ് ഒന്ന് വിശ്വാസവും ഒന്ന് അന്ധവിശ്വാസമായിട്ട് മാറുന്നത്. അല്ലാതെ ഈ ജനം പറയുന്ന സാധനമല്ല, ജനം പറയുന്ന സാധനമേ അല്ല വിശ്വാസം, അന്ധവിശ്വാസം. അപ്പം ഇതിനാണ് നമ്മൾ ഈ ചാനലിൽ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം കേൾക്കുക. എല്ലാ കഥകളുടെയും സാരാംശം ഒന്നാണ്, ഒന്നേ ഉള്ളൂ. ഇവിടെ ശരിയും തെറ്റുമില്ല, മിത്രവും ശത്രുവുമില്ല. മിത്രവും ശത്രുവും ഇല്ല, പിന്നെ ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കും? അതാ ശുദ്ധബോധത്തിന് താഴോട്ടുള്ളവരാണ്, അതാ പടി കടന്നു വരാനാണ്. എല്ലാവരെയും ഒന്നായി കാണണമെന്ന് പറയാൻ കാരണം എല്ലാം കണക്റ്റഡ് ആണെന്ന് ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നുണ്ട്. ഇത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് എടുക്കുക. അതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്, സയൻറ്റിഫിക് ടെമ്പർ വേണം. സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്തതല്ല അന്ധവിശ്വാസമാണ്. ഇതിൽ സംശയത്തിൻ്റെ ഒരു ഭാഗവുമില്ല. പക്ഷേ നമ്മളിത് പഠിക്കാൻ തയ്യാറില്ല. ഇനി പഠിച്ച ആശാന്മാരെ എനിക്കറിയാം, അവരിത് അപ്ലൈ ചെയ്യാനും തയ്യാറല്ല. അവരിത് എങ്ങനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കും, എങ്ങനെ പുസ്തകം പബ്ലിഷ് ചെയ്യാം, എങ്ങനെ ഒരു അമ്പലം തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ആശ്രമം തുടങ്ങാം. നല്ലത് തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ. പക്ഷെ നിങ്ങൾ എന്തിനാ പൈസ വാങ്ങിക്കുന്നത്? ഇതിന് പൈസ എന്തിനാ? ഇത് മണി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ 1 രൂപയെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് നമ്മളെ നന്നാക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അന്ധവിശ്വാസത്തിൻ്റെ പാർട്ടാണ്. കാര്യം നിരന്തരം ഇതിനകത്ത് പറയുന്നുണ്ട്. ജിദ്ദകൃഷ്ണമൂർത്തിയുടെ അഡ്വക്കേറ്റ് മാസ്റ്റർ പറയുന്നുണ്ട്, പൈസ കൊടുത്തല്ല നിങ്ങൾ സഹായിക്കേണ്ടത്, നിങ്ങളെ അറിവാണ് പകരേണ്ടത്. അറിവാണ് ഏറ്റവും വലുത്. അതാണ് വിദ്യ സർവ്വദാനം പ്രധാനം എന്നൊക്കെ ഇവർ പറയുന്നത്. യഥാർത്ഥ വിദ്യയാണ്. ഇനി ഹിന്ദുക്കളുടെ ഇതനുസരിച്ച് വിദ്യ പകരുന്ന ദേവത മഹാലക്ഷ്മിയാണ്, പൈസ തരുന്നത് ലക്ഷ്മിയാണ്. ഇത് രണ്ടും രണ്ടാണ്. സമ്പത്തും വിദ്യയും ഒത്തുപോകത്തില്ലെന്നാണ് ഈ തട്ടുകുളപ്പൻ ആത്മീയ പ്രഭാഷണങ്ങളിലും പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നു? ഏതെങ്കിലും വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത് രണ്ടും ഒരുമിച്ചല്ലേ പോകുന്നത്? ഇതൊരുമിച്ചല്ലേ പോകുന്നത്? ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലെല്ലാം സമ്പത്തുള്ളവർ പൈസ കൊടുത്തത് കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുള്ളത്, അല്ലാതെ ചുമ്മാതെ അല്ല വന്നിട്ടുള്ളത്. അപ്പം സമ്പത്തിൻ്റെ പുറകിൽ പോകുന്നത് തന്നെ ഒരു അന്ധവിശ്വാസം എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ആത്മീയതയിൽ പറയുകയാണ്. എല്ലാം ഉപേക്ഷിക്കണം. ബുദ്ധനെല്ലാം ഉപേക്ഷിച്ച് പോയെന്നല്ലേ പറയുന്നത്. ശ്രീനാരായണ ഗുരു കല്യാണം കഴിച്ചു, എന്നിട്ട് ഭാര്യയെ ഉപേക്ഷിച്ചു. അതെന്താണ് കാരണം? ശ്രീനാരായണ ഗുരു അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ബയോഗ്രഫിയിലുണ്ട്, അത് നമ്മുടെ ടോപ്പിക്കല്ല. ഇവരെന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ച് എന്നെ തള്ളി പിൽക്കാലത്ത് ബയോഗ്രഫിയിൽ. ആസ് എ സ്പീക്കർ ആൻഡ് USA listeners, the biggest blunder. ഞാൻ സംസാരിക്കുകയും നിങ്ങൾ കേൾക്കുകയും അത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിക്കാഗോ സ്പീച്ച് സൂപ്പർസ്റ്റിഷൻ ആണോ? അത് ഈ പടി കടന്നു വരുന്നവർക്കുള്ളതാണ്. നിരന്തരം പറയുന്നതല്ലേ. ഈ പോൾ വോൾട്ട് എന്ന് പറയുന്ന സാധനം ഒരു പൊക്കത്തിൽ ചാടാൻ തരുന്നൊരു കമ്പല്ലേ. ആ കമ്പും പിടിച്ചിട്ട് അവിടെ നിന്നാൽ
അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമോ? അപ്പം കമ്പ് സൂപ്പർസ്റ്റിഷനാണെന്ന് ചോദിച്ചാൽ സൂപ്പർസ്റ്റിഷനാണ്, പക്ഷേ അത് തള്ളാൻ തയ്യാറല്ല. ഇത് തന്നെയാണ് രാമകൃഷ്ണ പരമഹംസറിനും പറ്റിയത്. കാളിയെ തള്ളാൻ തയ്യാറല്ല. നമ്മളെല്ലാവരും ഒരു ദൈവത്തെ പിടിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അള്ളാവിനെ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ പിടിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ദൈവത്തെ പിടിച്ചിട്ടുണ്ട്, ബുദ്ധനെ പിടിച്ചിട്ടുണ്ട്. ഇവരാരും ദൈവമേ അല്ലെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് വെച്ച് നമ്മളങ്ങ് മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെയാണ്. ഇത് അന്ധവിശ്വാസമല്ലേ? ഇത് നമ്മൾ സ്വയം ചോദിക്കുന്നതിന് പകരം നാട്ടിൽ മദ്യം സെർവ് ചെയ്യുന്നു, ദൈവത്തിനോട് സംസാരിക്കുന്ന ക്ഷേത്രങ്ങൾ, ഇതൊക്കെ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടെന്നേ. ഈ കേരളത്തിൽ അയിത്തം വരുന്ന കാലത്ത് ഏതൊക്കെ ദൈവം ആരൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ നിഷ്ഠയുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ആ 100 വർഷം പോലും ആയിട്ടില്ല. ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇലുമിനിറ്റിയാണ്, 9 കോർപ്പറേഷനാണ് വേൾഡ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്ന മൊബൈൽ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഒരു മുതലാളിയുടെയാണ്. ക്രോസ് ഹോൾഡിങ്, ഷെയർ ഹോൾഡിങ് പാറ്റേൺ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓടുന്ന കാറുകൾ ഇന്ത്യക്കാരുടെ ഒന്നുമല്ല. അതിൻ്റെ ഷെയർ ഹോൾഡിങ് പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഒരു മുതലാളി അല്ലെങ്കിൽ 2 മുതലാളി, എല്ലാ സാധനത്തിൻ്റെ പുറകിലും. ഇവരുടെ പരസ്യം നമ്മൾ തീരുമാനിക്കും. ഇവരാണ് കോൺസ്പിറസി തിയറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇവർ ഇല്ല തമ്മിലടിക്കൽ പരിപാടി ഉണ്ടല്ലോ, ഇല്ല ആടിൻ്റെ അടുത്ത് ചെന്നായി പറഞ്ഞ് ആടിനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കത്തില്ലേ? ഇത് ബ്രിട്ടീഷുകാരും ചെയ്തിരുന്നു, രാജാക്കന്മാരും ചെയ്തിരുന്നു, എല്ലാ കാലത്തും ചെയ്യുന്നു, ഇന്ന് ഇലുമിനേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്കിതിനകത്ത് രാജാവണം, കിങ് ആവണം, വിക്ടിം ആവണം. നിങ്ങൾ വിക്ടിമാണെങ്കിൽ നിങ്ങൾ സൂപ്പർസ്റ്റിഷൻ്റെ ഭാഗത്തിലാണ്. നിങ്ങളാണത് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ദൈവം. ഇല്ല, ഞാനല്ല ദൈവം, ഞാൻ ബാക്കിയുള്ളവർ പറയുന്ന ദൈവം. ഇതിൽ ഈ എന്തോന്നും പറയുന്നത് മോണിസം ആൻഡ് ഡ്യുവലിസം ഞാനത് ചെയ്തിട്ടുണ്ട്. ഇത് ഉറച്ച് മനസ്സിൽ ഉറപ്പിക്കണം. അദ്വൈതവും ദ്വൈതവും, അദ്വൈതവും ദ്വൈതവും. അദ്വൈതം എന്ന് പറഞ്ഞാൽ മറ്റൊന്നില്ല. അപ്പം മറ്റൊന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണ്. ദ്വൈതം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുണ്ട്, ദൈവം പുറത്താണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ദൈവമുണ്ട്, അത് അവരുടെ വിശ്വാസമാണ്. ഈ ഭഗവത്ഗീതയിൽ ഇതിലുമൊക്കെ പറയുന്നുണ്ട്, ജ്ഞാനയോഗത്തിൽ നിൽക്കുന്നവർക്ക് 2 ഇല്ല. ഭക്തിയോഗയിൽ നിൽക്കുന്നവർക്ക് കൃഷ്ണനുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, അള്ളാഹു ഉണ്ട്, അവരെ പ്രാർത്ഥിക്കണം. ഇനി കർമ്മയോഗം, ഒരു ദൈവം വേണ്ട, ഒന്നും വേണ്ട, ആൾക്കാർക്ക് വേണ്ടി സർവീസ് ചെയ്താൽ മതി. ആൾക്കാർക്ക് വേണ്ടി സർവീസ് ചെയ്താൽ മതി, ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം. അത് കർമ്മയോഗയാണ്. അതാണ് പറഞ്ഞത്, അർജുന നീ യുദ്ധം ചെയ്യ്, നീ സോഷ്യൽ സർവീസ് ചെയ്യ്, അതിലെന്താ തെറ്റ്? മദർ തെരേസ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ? അതുപോലെ ആവണം. ഇനി രാജയോഗ, എന്താ രാജയോഗ? അത് നമ്മൾ ജ്യോതിഷത്തിൽ ചേരണമെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കണം, രൂപത്തെ പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നിഷ്ഠാനങ്ങളുണ്ട്, ഇന്നത് ചെയ്യാൻ പാടില്ല, മദ്യം ഉപയോഗിക്കാൻ പാടില്ല, അന്യസ്ത്രീ പാടില്ല. അതിലൂടെ പോകുന്നവർക്ക് അതും പറയുന്നുണ്ട്, അർജുന നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ ദേവി ദേവതകളെ പ്രാർത്ഥിച്ചോളൂ, തെറ്റില്ല. അപ്പോൾ ഇവിടെ ഏതാണ് സൂപ്പർസ്റ്റിഷൻ? അത് ഓരോരുത്തരും നിൽക്കുന്ന പടിയിൽ ഈ പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഈ രാത്രി എന്തിനാണ് 12 മണിക്ക് പൂജ ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് തന്ത്രവിദ്യ. മരുന്ന് രാത്രി ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ഏതാ? ചന്ദ്രൻ്റെ ഫേസ് അനുസരിച്ച് പൗർണമിയിൽ അമാവാസ്യക്ക് മരുന്നുണ്ടാക്കുന്ന കമ്പനികളുണ്ട്, മന്ത്രം പറഞ്ഞിട്ട്. അത് വെള്ളത്തിന് മെമ്മറി ഉണ്ട്. ആ വെള്ളത്തിലൂടെ ആ സാധനം കടന്ന് അതിന് റിസൾട്ട് ഉണ്ട്. ഇതും ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്, മെസ്സേജസ് ഫ്രം വാട്ടർ. വെള്ളത്തിന് മെമ്മറി ഉണ്ട്. ഇതൊന്നും പഠിക്കാതെ, ഒരു സാധനവും പഠിക്കാതെ ഒരു ചർച്ചയ്ക്ക് അങ്ങോട്ട് വിളിക്കുക, ഒരു ടോപ്പിക്ക് തരും. അത് നമുക്കാണെങ്കിലും അങ്ങനെ ഒരു ടോപ്പിക്ക് തരും, 20 മിനിറ്റ് സംസാരിക്കണം. നമുക്കിഷ്ടമുള്ളതൊന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അവതാരകൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണം. അപ്പം ഞാൻ പറയാൻ വന്നത്, അദ്വൈതവും ദ്വൈതവും എഴുതിയിട്ട് വീട്ടിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. മോണിസവും ഡ്യുവലിസം, ഇതിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം എന്താണ്? അദ്വൈതമാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് പിടിക്കുക, എല്ലാം കണക്റ്റഡാണ്. സ്കൂളിൽ പഠിപ്പിച്ച എനർജി ഇല്ല, മാറ്റർ ഇല്ല.
അത് അന്ധവിശ്വാസമാണ്. ഇനി മറ്റേ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ എനർജിയുണ്ട്, മാറ്ററുണ്ട്, ബുദ്ധനുണ്ട്, അള്ളാഹുണ്ട്, പ്രാർത്ഥിച്ച് തന്നെ പോകണം. പോയി ആ പോൾ വോൾട്ട് പോലെ ഒരു സ്റ്റേജ് കഴിയുമ്പം അതിനെ കടന്നാൽ മാത്രമേ ശുദ്ധബോധത്തിലേക്ക് വരൂ. ഇതാണ് വിശ്വാസവും അന്ധവിശ്വാസവും. ഇത് തെളിച്ചൊന്നും പറയാൻ തയ്യാറാവത്തില്ല. കാര്യം എല്ലാവരും ഓരോരോ പ്രസ്ഥാനത്തിൻ്റെ മുതലാളിമാരാണ്, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ മുതലാളിമാരാണ്. ഇവരത് വിട്ട് വേറൊരു കാര്യം പറയത്തില്ല. ഇപ്പോൾ എനിക്കൊരു അമ്പലമുണ്ട്, ഒരു ആശ്രമം ഉണ്ടെങ്കിൽ ഞാനിതിങ്ങനെ തുറന്ന് പറയത്തില്ല. ഓക്കെ, താങ്ക് യു.